യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ്. ഒരു വലിയ കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നലെ നമ്മുടെ ജാഥാംഗങ്ങളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച. എനിക്ക് നമ്മുടെ പിണറായിക്കും ഗോവിന്ദൻ മാഷും ചിത്തഭ്രമം ബാധിച്ചു. നിങ്ങൾക്കൊക്കെ എന്നാ കണ്ണുകടിയാ മനുഷ്യരെ. വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഗോവിന്ദൻ മാസ്റ്ററെ അനുഗമിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നു. അവരെ ആദരിക്കാൻ, അവരെ ഒരു നോക്ക് കാണാൻ, അവർക്കൊരു ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കാൻ. അവിടെ നൂറുകണക്കിന് മറ്റു സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നവനും മണ്ണ് കുഴച്ചുകൊണ്ടിരുന്നവനും കല്ല് ചുമന്നുകൊണ്ടിരുന്നവനും ഇഷ്ടിക എടുത്തുകൊണ്ടിരുന്നവനും എല്ലാവരും മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി നിന്ന നിപ്പിൽ ഓടി വന്ന് പെട്ടെന്ന് ശൂന്യാകാശത്ത് നിന്നും താഴേക്ക് വീണ ഒരു ബാനർ നിവർത്തിപ്പിടിച്ച് അവിടെ നിന്ന് തൊണ്ട കീറുമാറ് ഇൻകുലാബ് ജിന്ദാബാ വിളിച്ച്. അവര് ഞങ്ങൾ വരുമ്പോൾ ബാനർ ഉയർത്തി ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ആ സ്വീകരണത്തിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് എന്തോ കണ്ണുകടിയാ. പങ്കെടുത്തപ്പോൾ ഒരു ആളെ കിട്ടാതുകൊണ്ട് ബംഗാൾ നാളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പ്രചരണം. പറ്റില്ല, മാസ്റ്റർ ഇങ്ങനെ വലിച്ചു കീറാൻ സമ്മതിക്കൂല ഞാൻ. എന്റെ പേരിൽ അങ്ങനെ ഒരു കളി വേണ്ടാന്ന് ഞാനായിട്ട് ഉറപ്പിച്ചാണ്ട് പറഞ്ഞു. അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി, നൂറുകണക്കിന് ആളുകൾ. അതാ മാസ്റ്റർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ, ബാക്കിയുള്ളവരെ കണ്ണിപ്പെട്ടില്ലേ, ആയിരക്കണക്കിന് നമ്മുടെ അതിഥികളാണ് നമ്മളെ സ്വീകരിക്കാൻ അവിടെ ഓടിയെത്തിയത്. അപ്പോൾ ഒരു വലിയ കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നലെ നമ്മുടെ ജാഥാംഗങ്ങളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച. ഇങ്ങനൊരു സംഭവം അവിടോട്ട് എഴുന്നള്ളുന്നുണ്ടെന്നോ ഈ വിഷയങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്ന് അവർ ആ ബാനറൊക്കെ ഒപ്പിച്ചത്, അതും മാസ്റ്ററുടെ ഫോട്ടോ സഹിതം ഹിന്ദിയിൽ അക്ഷരത്തെറ്റില്ലാതെ കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് എഴുതി. അതൊക്കെ നമ്മളോടുള്ള ഒരു ആദരവ് കൊണ്ടാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകണ്ടേ മാസ്റ്ററെ? വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കണ്ണുകടിയാ, അസൂയ എല്ലാവർക്കും തോന്നും. അവർ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അവർ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയത്. മനസ്സിലായില്ലേ? അതൊന്നും AI അല്ല. ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. മുദ്രാവാക്യം വിളിച്ചതും ഹാരാർപ്പണം നടത്തിയതുമെല്ലാം അവര് തന്നെയാണ്. അങ്ങേ അറ്റത്തിരിക്കുന്ന ചേട്ടൻ കുറച്ച് ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സ് മുഖത്ത് പ്രതിഫലിക്കുന്നത് നാട്ടുകാർ കാണേണ്ടി വരും. അതിനെ വക്രീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം മാത്രം കണ്ടാൽ മതി. എന്തിനെ എങ്ങനെ വക്രീകരിച്ചാലും 10 ചക്രം കൈ തടഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് വല്ല നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്ന പാവപ്പെട്ട ഒറോട്ടയടിക്കാരനെയൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വക്രീകരിച്ചെടുത്ത് അവിടെ ഫ്ലെക്സും കൊടുത്ത് ബാനറും വലിച്ചു നീട്ടിപ്പിടിച്ച് നിൽക്കാൻ ആരൊക്കെയോ പ്രാക്ടീസ് കൊടുത്തു എന്ന തരത്തിലുള്ള AI നിർമ്മിത വീഡിയോയും കൂടെ ഒക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് മാസ്റ്ററെ. അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? മൊത്തം വ്യാജം. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ സത്യം. സംശയമൊന്നുമില്ലല്ലേ? ഒറിജിനൽ ആണെന്നേ തോന്നത്തുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള AI നിർമ്മിത വീഡിയോ. എന്തും പറയാൻ യാതൊരു മടിയുമില്ല. അതാണ് ഇത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. 3 ഡയലോഗേ അവരെ പഠിപ്പിച്ചുള്ളായിരുന്നു. അല്ല, AI വീഡിയോ പ്രകാരമേ വികാസ് യാത്ര സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്. കാരണം ഗോവിന്ദൻ മാസ്റ്റർ എന്നൊക്കെ നീട്ടിപ്പരത്തി പറഞ്ഞ അവന്മാര് പറഞ്ഞു വരുമ്പോ പച്ച തെറിയാവും. തനിക്ക് ആളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ആയിക്കോട്ടെ. എന്താണെങ്കിലും അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. കടുകുമഞ്ഞ കളറിട്ട അങ്ങേർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉപഹാരം കൂടെ കൊടുക്കണേ. കൂട്ടത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് അങ്ങേരാണ് കേട്ടോ. ആ മുദ്രാവാക്യം, അതായത് എല്ലാവരും ഇൻകുലാബ് സിന്ദാബാദും LDF സിന്ദാബാദും മാത്രം വിളിച്ചപ്പോൾ വികാസ് യാത്ര സിന്ദാബാദ് എന്നുള്ള ഒരു എക്സ്ട്രാ അതും കൂടെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതും കൂടെ വിളിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇട്ടപടുത്തി അവിടെ നിന്ന് മാസ്റ്റർ ഉൾപ്പെടെ സകലരെയും ഞെട്ടി തരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തൊണ്ടയിലെ ഞരമ്പൊക്കെ പുറത്തെടുത്തിട്ട് ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ എക്സ്ട്രാ കൊടുക്കണേ, നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല. അല്ലാതെ ഓൻ എന്താ അറിയാം, അവരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ പണിവേഷത് തന്നെയാണ്, കാരണം പണിക്കിടയിലാണ്. വളരെ അപ്രതീക്ഷിതമായി, തികച്ചും ആകസ്മികമായിട്ടായിരുന്നു ആ ദുരന്തം, അല്ല ആ ഒരു സംഭവം നടന്നത്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ
മതി നിന്റെ ചായ കുടി അഹങ്കാരി എന്താ നീയൊക്കെ. ഈ ജാഥ കണ്ടവർക്കെല്ലാം അറിയാം. ഇന്നലത്തെ ബാലുശ്ശേരി സമാപനം കണ്ടവർക്കറിയാം. ഞങ്ങൾ ബംഗാളിൽ നിന്നും ആളെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. മനസ്സിലായില്ലേ? അവർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഈ AI നിർമ്മിത വ്യാജ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടൊന്നും തുടരുന്നതിനെ തകർക്കാൻ നിങ്ങൾക്കാവില്ല മനുഷ്യരെ. ഞാൻ അത്രയും പറയുന്നു. ഈ പറഞ്ഞതുപോലെ 100 കണക്കിന് 1000 വരുന്ന അതിഥികൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പണിക്കിടയിൽ എന്തോ ഒന്ന് വരുന്നുണ്ടല്ലോ, ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ദൂരെ നോക്കിയപ്പോ അയ്യോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ക്ഷേത്രം വരെ പണിത് വെച്ച് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ഗോവിന്ദമ്യാഷ്ടല്ലേ വരുന്നത്. പെട്ടെന്ന് തന്നെ ജീം ഭൂം ഭ നല്ല കിടിലൻ ചുവന്ന കളറിൽ വെള്ള അക്ഷരമുള്ള ഇത്രയും നീളമുള്ള ഒരു ബാനർ വിത്ത് ഗോവിന്ദമ്യാഷ്ടരുടെ ഫോട്ടോ. ആ ഫോട്ടോ ഒക്കെ ആ സമയത്ത് എങ്ങനെ അതിൽ പതിപ്പിക്കാൻ പറ്റിയോ? പിന്നെ AI നിർമ്മിതമായതുകൊണ്ട് എന്ത് വേണേ ചെയ്യാലോ. അത് ഇതുവരെ എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ. യു ആർ എ ഫൂൾ. അങ്ങനെ സത്യം പറഞ്ഞ പൊറോട്ടയ്ക്ക് മാവ് കഴിച്ചുകൊണ്ടിരുന്നവന്റെ കൈ കൊണ്ട് ആ ബാനർ പിടിച്ചപ്പം ആ മൈദ വരെ അതേ പറ്റി ഇരിപ്പുണ്ട്. ഇതിനപ്പുറം എങ്ങനാ ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, അവരായിട്ട് നിർബന്ധിച്ചു വന്നിട്ടതാന്നൊക്കെ മനുഷ്യരെ ധരിപ്പിക്കുന്നത്. അവർ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അവർ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയത്. അത് നന്നായി. ഇങ്ങനെ മലയാളികൾ കണ്ണുകടി അസൂയയും പരദൂഷണവും കുശുമ്പും ഒക്കെ കൂടി വന്ന നാടിന്റെ അവസ്ഥ എന്താവും മനുഷ്യരെ? അവരുടേതായ ഭാഷയിൽ ചിലർ ഇംഗ്ലീഷിൽ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചു. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പല ഭാഷകളിലുള്ള മുദ്രാവാക്യങ്ങൾ മാറി വിളിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? ചിലര് ഫ്രഞ്ചിൽ വിളിക്കുമ്പോൾ ചിലര് ലാറ്റിൻ ഭാഷയിൽ വിളിക്കുന്നു, ചിലര് ഹീബ്രു ഭാഷയിൽ വിളിക്കുന്നു. അങ്ങനെ ഒരു ഭാഷാ വൈവിധ്യം കൂടി ആ ജിണ്ടാബ വിളിയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചില്ലേ? അങ്ങനത്തെ ഒരു വർത്താനോ? അവർക്കെല്ലാം ഹസ്തദാനം ചെയ്തു. ഞങ്ങൾ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ നിന്ന് മാറുകയും ചെയ്തു. ഹസ്തദാനത്തിനൊപ്പമായിരുന്നു ഓരോരുത്തർക്കും ഓരോ തലയ്ക്ക് എത്ര രൂപയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ വിരലുകൾക്കിടയിലൂടെ അത് കൈമാറിയത്. അതൊന്നും വീഡിയോയിൽ കാണാതെ മനുഷ്യര് പോട്ടമയാഷ്ട്രേ ഇതൊക്കെ പറഞ്ഞ് സമയം കളയാതെ. ഇതിനെ ഇഷ്ടമില്ലാതെ പോയ ആളുണ്ടല്ലോ, മാധ്യമങ്ങൾ പ്രത്യേകിച്ച്. പിന്നെ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ഒന്നും ഇത് ഇഷ്ടമല്ല. കാരണം മറ്റവരവിടെ വന്ന് നിങ്ങളെ സ്വീകരിച്ച നമ്മുടെ ഒരു മാസത്തെ റേഷൻ ഇവിടെ വെട്ടുമല്ലോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ച നാട്ടുകാർക്കുണ്ടാകും. എങ്ങനെയാണ് ഈ ജാതിയുടെ ഭാഗമായിട്ടുള്ള ഈ മുന്നേറ്റത്തെ കുറക്കാനാവുക എന്ന കാര്യമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചിരിക്കണമെന്ന് തോന്നും, ആരും ചിരിക്കരുത്. വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ എന്തും പറയാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാത്ത ഒരു സെറ്റ് മാധ്യമ ശൃംഖല, മാധ്യമ ശൃംഖല കേരളത്തിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു അഴിമതി വിശദീകരണ യാത്രയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ അതിന്റെ മാറ്റു കുറയ്ക്കാം എന്ന ദുഷ്ടലാക്കോടുകൂടി ചിന്തിക്കുന്നവർ ഉണ്ടാക്കി വിടുന്ന വ്യാജ കഥകളാണ് ഇതൊക്കെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബംഗാളിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ജാഥ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് എന്ന് കൊടുത്ത മാധ്യമം ഉൾപ്പെടെ. ഇങ്ങനെ ആരാധകർ തിങ്ങി കൂടുന്നതും ആരാധകർ വീർപ്പ് മുട്ടിക്കുന്നതും ഒക്കെ മ്യാസ്റ്ററുടെ കുറ്റമാണോ? അവിടെ ഓട്ടോഗ്രാഫിന് വരെ അവർ ക്യൂ നിന്നെന്നാ കേൾക്കുന്നത്. ആദ്യം ഞാൻ ജാഥ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടുകൂടി ആളുകൾ പോയി. എന്തൊരു വിഷമമെന്നറിയോ? ആള് പോയതിനെ പറ്റി അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ കുറെ ആൾ എന്തായാലും പോകും. അഴിമതി വിശദീകരണ യാത്രയുടെ ഉദ്ഘാടനത്തിന് ശേഷം സദസ്സിൽ ആളില്ലായിരുന്നു എന്നൊരു വാർത്ത വിട്ടു. നമ്മൾ കണ്ടായിരുന്നല്ലോ. അതും AI നിർമ്മിത കസേരകള്, കാലി കസേരകൾ കിടന്ന് കണ്ടില്ലേ? അപ്പൊ ആ ഒരു വിമർശനത്തെ മറികടക്കാൻ വേണ്ടി ആളെ ഇറക്കിയപ്പോ അതിനും വിമർശനം. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. എങ്ങനെ ജീവിക്കാന്നാണ് അല്ലേ മേസ്റ്ററെ? ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ പറയണം. പിന്നെ തല ഒന്നിന് 100 രൂപ വെച്ച് വേറെ തരണം. ഒറിജിനലാണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി. 100 കണക്കിന് ആളുകൾ. അവർ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അവർ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയത്. അവിടെ അതിനുള്ളിൽ 10,000 കണക്കിന് പാറിയുണ്ട്, അതിന് പുറത്തും 10,000 കണക്കിന് ആളാണ്. കാണാൻ പറ്റാതെ അത്രത്തോളം ആളുകളായിരുന്നു സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതിയിൽ വന്നത്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്?
ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. സപ്പോർട്ട് ചെയ്യുന്നെന്നും പറഞ്ഞൊരു മയത്തില് കേട്ടാ 10,000-കണക്കിന് കസേരകൾ അവിടെ കിടന്നത് കണ്ടു. ആളുകളെ പറ്റിക്കുന്നതിന് ഒരു അതിരുണ്ടാവണ്ടേ? ഇനിയും വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. പിന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കാനല്ല ഞങ്ങൾക്ക് ഇവിടെ നേരം. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളിപ്പോ പിന്നിട്ട വഴിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആ അഭിസംബോധന കിട്ടിയവരെല്ലാം ഇനി എങ്ങനെങ്കിലും മുന്നോട്ട് ജീവിച്ചോളും. അവരുടെ കടമൊക്കെ തീർന്നല്ലേ ആ ഒരു അഭിസംബോധനയോടുകൂടി. ഞാൻ ഞെട്ടി. പക്ഷെ വാസുവേട്ടൻ ഞെട്ടിയില്ല. അങ്ങനെ ഓരോന്ന് എന്താ കിട്ടുക നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ എന്ന് പരിധി നടക്കുകയാണ്. അവർ പരിധി നടക്കട്ടെ. ഏത് പരീത്? ആരും പരീതൊന്നൊന്നും ഇല്ല. കണ്ണി കാണുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ കാണുന്നു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു. മാധ്യമങ്ങൾ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ് വീഡിയോയിൽ പിടിക്കുന്നത്. അല്ലാതെ അവർക്ക് AI നിർമ്മിച്ച് വിതരണം ചെയ്യാനല്ല നേരം. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു തരത്തിലുള്ള അങ്കലാപ്പും ഇല്ല. ഏതായാലും യാഷ്ട്രേ, നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താ? ബംഗാൾ ഉൾക്കടൽ. അപ്പോ അവിടേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിൽ കുറച്ച് ബംഗാളികളെ മലയാളികളെക്കാൾ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മൈക്കിൽ തട്ടി ചെക്ക് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. തിരുത്തേണ്ടത് നിങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. നമ്മുടെ ക്ലൈമാക്സ് എന്താണെന്നുള്ളത് പ്രവചനാതീതമൊന്നും അല്ലല്ലോ. അത് ഓൾറെഡി കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടെ പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കുകയാണ്. ഉമ്മറുട്ടേക്ക് വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ കേട്ടോ. അറിയാനായിട്ട് കേക്ക്. കേരളത്തിന്റെ വികസനത്തെ പറ്റി മുണ്ടാൻ ധൈര്യമില്ല. അതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ മെറിറ്റ്. കേരളം അതിവേഗം മുന്നേറുകയാണ്, വികസിക്കുകയാണ്, ഇനിയും വികസിക്കും. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ജോസ് വികസിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ എങ്ങനെ പോയാലെന്താ, അവിടെ എത്താറായി, അങ്ങ് പൊക്കോ. വേദന ഉണ്ടോ കിട്ടുന്നേട്ടാ? തീരെ വേദനയില്ല.